ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. യുഎഇയിലെ തൊഴിൽ വിപണി മാറ്റത്തിന്റെ പാതയിൽ 20% പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും റിപ്പോർട്ട്. യുഎഇയിലെ വ്യവസായ ഊർജ്ജ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങൾ എന്ന റിപ്പോർട്ട്. നിലവിലെ 87% തൊഴിലുകൾക്കും ഭാവിയിൽ ആവശ്യകത ഉണ്ടാകുമെന്നും 20% പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയത്തിന്റെ എമിറേറ്റ്സ് സ്കിൽസ് സൂചിക വ്യക്തമാക്കുന്നു. റോബോട്ടിക്സ് ഓപ്പറേഷൻസ് സൂപ്പർവൈസർ, AI സംവിധാനങ്ങളുടെ ക്വാളിറ്റി അഷുറൻസ് ടെക്നീഷ്യൻ, മാനുഫാക്ചറിംഗ് എഞ്ചിനീയർ തുടങ്ങിയ പുതിയ തസ്തികകൾ ഉയർന്നുവരുന്ന തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ വൽക്കരണവും ഓട്ടോമേഷനും വ്യാപകമാകുന്നതോടെ 13% തൊഴിലുകളുടെ ആവശ്യകത കുറയും. ഓഫീസ് ജോലികൾ, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തുടങ്ങിയ ചില തസ്തികകളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. നൂതന സാങ്കേതിക വിദ്യകളിൽ അധിക പ്രാവീണ്യം നേടാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ ജോലി സ്ഥിരത ഉറപ്പാക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗൾഫ് ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത ആഗോള ബ്രാൻഡ് സൃഷ്ടിക്കാൻ തയ്യാറെടുത്ത GCC രാജ്യങ്ങൾ ആഗോള വിപണി കീഴടക്കുകയാണ് ലക്ഷ്യം. ഗൾഫ് ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത ആഗോള ബ്രാൻഡ് സൃഷ്ടിക്കാൻ GCC രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു. ഇതിന്റെ ഭാഗമായി മെയ്ഡ് ഇൻ GCC 2026 ഫോറത്തിനും പ്രദർശനത്തിനും ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കും. ഒക്ടോബർ 6 മുതൽ 8 വരെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിലായിരിക്കും ആദ്യ പതിപ്പ് നടക്കുക. ഗൾഫ് രാജ്യങ്ങളുടെ വ്യവസായ സഹകരണവും ഉൽപാദന ശേഷിയും ആഗോളതലത്തിൽ ഉയർത്തുകയാണ് ലക്ഷ്യം. വ്യവസായ നയങ്ങൾ, സ്മാർട്ട് ഫാക്ടറികൾ, ഹരിത നിർമ്മാണം, വിതരണ ശൃംഖല, ആഗോള വിപണി പ്രവേശനം, നിക്ഷേപ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും പ്രദർശനത്തിൽ അവതരിപ്പിക്കും. GCC രാജ്യങ്ങളിലെ മന്ത്രിമാർ, വ്യവസായ പ്രമുഖർ, നിക്ഷേപകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന പരിപാടി വ്യവസായ പങ്കാളിത്തത്തിനും പുതിയ നിക്ഷേപങ്ങൾക്കും വേദിയാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിൽ താമസ തൊഴിൽ വിസ നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന പരിശോധന തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 13,251 പ്രവാസികളെ നാടുകടത്തി. സൗദിയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 13,000-ലധികം പേരെ ഒരാഴ്ചയ്ക്കുള്ളിൽ നാടുകടത്തി. രാജ്യവ്യാപകമായി നടത്തിയ സംയുക്ത പരിശോധനയിൽ 15,000-ഓളം നിയമലംഘകരെ സുരക്ഷാസേന പിടികൂടി. നിയമലംഘകർക്ക് അഭയമോ സഹായമോ നൽകുന്നവർക്ക് കഠിന തടവും വൻതുക പിഴയും ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം കർശന മുന്നറിയിപ്പ് നൽകി. ജൂലൈ 16 മുതൽ 22 വരെയുള്ള കാലയളവിൽ നടപ്പിലാക്കിയ പരിശോധനയിലാണ് 14,970 നിയമലംഘകർ പിടിയിലായത്. താമസരേഖകളിലെ ലംഘനങ്ങളാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും. 13,251 പേരുടെ നാടുകടത്തൽ നടപടികൾ പൂർത്തിയാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്ക് ജോലി നൽകുകയോ താമസ സൗകര്യം ഒരുക്കുകയോ ചെയ്യുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.